ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് നാളെ പാർലമെന്റിൽ തുടക്കം. മഹാകുംഭമേളയിൽ ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ബന്ധത്തിന് ഭൌമരാഷ്ട്രീയ തലത്തിനപ്പുറം ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഡൽഹിയിൽ പ്രചാരണ പരിപാടികൾ ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. കേരളത്തിൽ 1-ാം ക്ലാസ് പ്രവേശനത്തിന് പ്രത്യേക പരീക്ഷ അനുവദിക്കാനാവില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അണ്ടർ-19 വനിതാ ട്വന്റി ലോകകപ്പ് കിരീടം നിലനിർത്തി ഇന്ത്യ. ഇംഗ്ലണ്ടിനെതിരായ അവസാന പുരുഷ T20യിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതിയുടെ പാർലമെന്റിലെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് നാളെ ലോക്സഭയിലും രാജ്യസഭയിലും തുടക്കമാകും. ധനകാര്യ ബിൽ 2025, വഖഫ് ഭേദഗതി ബിൽ 2024, ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025, ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ, റെയിൽവേ ഭേദഗതി ബിൽ 2024 ഉൾപ്പെടെ 16 ബില്ലുകൾ പാർലമെന്റിൽ ചർച്ചയ്ക്കെടുക്കും. വഖഫ് ഭേദഗതി ബില്ലിന്മേലുള്ള സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ട് നാളെ ലോക്സഭയിൽ. സമിതി ചെയർമാൻ ജഗദാംബിക പാലും അംഗം സഞ്ജയ് ജയ്സ്വാളും റിപ്പോർട്ടും സമിതിക്ക് മുൻപിലെത്തിയ തെളിവുകളുടെ രേഖയും മേശപ്പുറത്ത് വയ്ക്കും. ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കളുടെ നടത്തിപ്പ് നിയന്ത്രിക്കുന്ന 1995 വഖഫ് നിയമം പരിഷ്കരിക്കാനാണ് ബില്ല് ലക്ഷ്യമിടുന്നത്. മഹാകുംഭമേളയിൽ ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും. കഴിഞ്ഞ ബുധനാഴ്ച തിക്കിലും തിരക്കിലും 30ഓളം പേർ കൊല്ലപ്പെടുകയും 60ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അടങ്ങിയ ബെഞ്ചാണ് വാദം കേൾക്കുക. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ബന്ധം വെറും ഭൌമരാഷ്ട്രീയ ബന്ധമല്ലെന്നും ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ ശ്രീ സനാതന ധർമാലയത്തിൽ നടന്ന മഹാകുംഭാഭിഷേകത്തിന് വീഡിയോ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. हमारा संबंध साझी आस्था का है, अध्यात्म का है. भारत से इंडोनेशिया जाने वाला कोई व्यक्ति जब प्रभानन मंदिर में हाथ जोड़ता है तो उसे काशी और केदार जैसी ही आध्यात्मिक अनुभूति होती है. രാജ്യത്ത് ചരക്ക് സേവന നികുതി വരുമാനത്തിൽ വർധന. ഈ വർഷം ജനുവരിയിൽ 1.95 ലക്ഷം കോടിയിലേറെ രൂപയാണ് GST ഇനത്തിൽ ലഭിച്ചത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്തേക്കാൾ 12.3% കൂടുതലാണ് ഇത്. CGST ആയി 36,077 കോടി രൂപയും സ്റ്റേറ്റ് GST ആയി 44,942 കോടി രൂപയുമാണ് കഴിഞ്ഞ മാസം ലഭിച്ചത്. ചൈന, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്ക് അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം അധിക നികുതി ഏർപ്പെടുത്തി. ഈ നടപടിക്ക് മറുപടിയായി അമേരിക്കൻ ഉത്പന്നങ്ങൾക്ക് 25% അധിക നികുതി ചുമത്തുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ അറിയിച്ചു. അമേരിക്കയുടെ അധിക നികുതിക്കെതിരെ പ്രതിരോധ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മെക്സിക്കൻ പ്രസിഡന്റ് പറഞ്ഞു. ഇറക്കുമതിക്ക് 10% അധിക തീരുവ ചുമത്താനുള്ള അമേരിക്കയുടെ നീക്കത്തിൽ ചൈനയും എതിർപ്പറിയിച്ചു. നിയമാനുസൃത അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്ന് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി. ICC അണ്ടർ-19 വനിതാ ട്വന്റി ലോകകപ്പ് കിരീടം നിലനിർത്തി ഇന്ത്യ. ക്വാലലംപൂരിൽ നടന്ന കലാശ പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ 83 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 1 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക നിശ്ചിത 20 ഓവറിൽ 82 റൺസിന് എല്ലാവരും പുറത്തായി. മലയാളി താരവും പേസ് ബൌളറുമായ VJ ജോഷിത ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. വിജയത്തിൽ സന്തോഷമുണ്ടെന്നും ടീം അംഗങ്ങളോട് നന്ദി പറയുന്നതായും ഫൈനലിലെയും ടൂർണമെന്റിലെയും താരമായ ഗോങ്കാടി തൃഷ പറഞ്ഞു. Thanks to my team for supporting me, my support staff, everyone. Whatever we did in other matches, we continue to do the same thing. So yeah. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
113 അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് തുടക്കമായി. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൽ പ്രവർത്തന സജ്ജമായ 30 സ്മാർട്ട് അങ്കണവാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഇതോടെ 117 സ്മാർട്ട് അങ്കണവാടികൾ സംസ്ഥാനത്ത് യാഥാർത്ഥ്യമാകും. കേരളത്തിൽ 1ാം ക്ലാസ് പ്രവേശനത്തിന് പ്രത്യേക പരീക്ഷ നടത്തുന്നത് അനുവദിക്കാനാകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. രക്ഷകർത്താക്കൾക്ക് അഭിമുഖം നടത്തുന്നതും അനുവദിക്കില്ല. അമിത PTA ഫീസ് ഈടാക്കുന്ന സ്കൂളുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഡൽഹിയിൽ പ്രചാരണ പരിപാടികൾ ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി RK പുരത്ത് പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തു. കഴിഞ്ഞ 11 വർഷമായി വികസന പ്രവർത്തനമൊന്നും നടത്താതെ ആം ആദ്മി സമയം പാഴാക്കിയതായി അദ്ദേഹം ആരോപിച്ചു. मेरे दिल्ली के हर परिवार से प्रार्थना है कि राज्य में हमें आप सबकी, दिल्ली वासियों की सेवा का मौका जरूर दें. അതേസമയം BJP പ്രവർത്തകർക്കും ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകി. AAP പ്രവർത്തകരെ BJP പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുന്നതായും ഉപദ്രവിക്കുന്നതായും കേജ്രിവാൾ പറഞ്ഞു. ध्यान में रखना कि अगर गलती से बीजेपी की सरकार आ गई तो आपकी झुग्गी बचने वाली नहीं है. सारी झुग्गियां ये 6 महीने में तोड़ देंगे. और अगर आप मेरे हाथ मजबूत करोगे, आम आदमी पार्टी की सरकार दोबारा बनेगी, फिर देखना खबरदार कोई आपकी झुग्गी को हाथ लगाए तो मैं किसी को आपकी झुग्गी नहीं तोड़ने दूंगा. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഡൽഹിയിലെ വിവിധ മണ്ഡലങ്ങളിൽ റാലികളിൽ പങ്കെടുക്കും. പരസ്യ പ്രചാരണം നാളെ അവസാനിക്കുന്ന ഡൽഹിയിൽ 70 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ബുധനാഴ്ച നടക്കും. ഈ മാസം 8-നാണ് വോട്ടെണ്ണൽ. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം മുംബൈയിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 5 ഓവറിൽ 1 വിക്കറ്റിന് 80 റൺസ് എന്ന നിലയിലാണ്. 5 മത്സരങ്ങളുടെ പരമ്പര ഇന്ത്യ 3-1 സ്വന്തമാക്കിയിരുന്നു. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് 6ാം സ്വർണം. വനിതാ വോളിബോളിലാണ് കേരളം സ്വർണം നേടിയത്. തമിഴ്നാടിനെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. ഇതോടെ കേരളത്തിന്റെ ആകെ മെഡൽ നേട്ടം 13ആയി. ഇന്ന് കേരളം 4 മെഡലുകൾ സ്വന്തമാക്കി. ISL ഫുട്ബോളിൽ ജംഷഡ്പൂർ FC ഗോവ മത്സരം പുരോഗമിക്കുന്നു. ജംഷഡ്പൂരിലാണ് മത്സരം. നെതർലൻഡ്സിൽ നടക്കുന്ന ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സ് ചെസ്സിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ R പ്രജ്ഞാനന്ദ സെർബിയയുടെ അലക്സി സരണയെ പരാജയപ്പെടുത്തി. ലോക ചാമ്പ്യൻ D ഗുഗേഷും നെതർലൻഡ്സിന്റെ ജോർഡൻ വാൻ ഫോറിസ്റ്റും തമ്മിലുള്ള മത്സരം സമനിലയിൽ അവസാനിച്ചു. ഐക്യരാഷ്ട്ര പൊതുസഭയുടെ പ്രസിഡന്റ് ഫിലമോൺ യാങ്ങിന്റെ ഇന്ത്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇന്ത്യയിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ വന്നെന്ന് പറഞ്ഞ അദ്ദേഹം ഡിജിറ്റൽ സാങ്കേതികവിദ്യ മേഖലകൾ എങ്ങനെയാണ് മാറ്റത്തിന് ഊർജ്ജം നൽകിയതെന്ന് നേരിട്ട് കാണാൻ അവസരം ലഭിക്കുമെന്നും പറഞ്ഞു. ഇന്ത്യൻ നേവി ഹാഫ് മാരത്തോൺ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ന്യൂഡൽഹിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. 3 വിഭാഗങ്ങളിലായി കായിക താരങ്ങൾ ഉൾപ്പെടെ 10,000-ലേറെ പേർ പങ്കെടുത്തു. ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ നാവികസേന, വ്യോമസേന മേധാവികൾ ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരും അതിഥികളായി. ജനങ്ങളിൽ ആരോഗ്യവും ശാരീരികക്ഷമതയും വർദ്ധിപ്പിക്കുക എന്നതാണ് ഹാഫ് മാരത്തോണിന്റെ ലക്ഷ്യം. ആഴക്കടൽ സമുദ്ര ഗവേഷണ പദ്ധതിക്കായി ഈ വർഷത്തെ കേന്ദ്ര ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത് 600 കോടി രൂപ. ആഴക്കടൽ ഗവേഷണ യാനമായ സമുദ്രയാൻ ഉപയോഗിച്ച് സമുദ്രത്തിന്റെ അടിത്തട്ടുകൾ രേഖപ്പെടുത്തൽ, ആഴക്കടൽ ഖനനവും പര്യവേക്ഷണവും, ആഴക്കടലിലെ ജൈവ വിഭവങ്ങളുടെ കണ്ടെത്തൽ തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. മഹാകുംഭമേളയുടെ ഭാഗമായി റെയിൽവേ 400-ലധികം പ്രത്യേക സർവീസ് നടത്തും. വസന്ത പഞ്ചമിയിലെ 3ാം അമൃത സ്നാനത്തോടനുബന്ധിച്ച് പ്രയാഗ്രാജിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നാണ് ട്രെയിനുകൾ സർവീസ് നടത്തുക. നാളെയാണ് 3ാം അമൃത സ്നാനം. ശ്രീലങ്കയിലെ കൊളംബോയിൽ ബസന്ത് പഞ്ചമിയും സരസ്വതി പൂജയും ആഘോഷിച്ചു. സ്വാമി വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രവും ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷനും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. നേരത്തെ ബസന്ത് പഞ്ചമിയുടെയും സരസ്വതി പൂജയുടെയും ശുഭവേളയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് നാളെ പാർലമെന്റിൽ തുടക്കം. മഹാകുംഭമേളയിൽ ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ബന്ധത്തിന് ഭൌമരാഷ്ട്രീയ തലത്തിനപ്പുറം ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഡൽഹിയിൽ പ്രചാരണ പരിപാടികൾ ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. കേരളത്തിൽ 1ാം ക്ലാസ് പ്രവേശനത്തിന് പ്രത്യേക പരീക്ഷ അനുവദിക്കാനാകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി.
അണ്ടർ 19 വനിതാ ട്വന്റി ലോകകപ്പ് കിരീടം നിലനിർത്തി ഇന്ത്യ. ഇംഗ്ലണ്ടിനെതിരായ അവസാന പുരുഷ T20യിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.